മെഡിറ്റേഷൻ അതാണ് ദ മോസ്റ്റ് പവർഫുൾ മെഡിറ്റേഷൻ. പിന്നെ ദ മോസ്റ്റ് പവർഫുൾ അഫർമേഷൻ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. എന്തുകൊണ്ടാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ സൃഷ്ടിയുടെ രചയിതാവായിരിക്കുന്ന ഭഗവാൻ, നമ്മളെല്ലാവരും തന്നെ ആ ഈശ്വരൻ്റെ മക്കളാണ്. അപ്പം ഈശ്വരൻ്റെ മക്കളാണെങ്കിൽ ഈശ്വരൻ സർവശക്തിവാനാണ്. ഞാൻ ആ ഭഗവാന്റെ കുട്ടി മാസ്റ്റർ സർവശക്തിവാനാണ്. അതുകൊണ്ട് ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ എന്നതായിരിക്കുന്ന സങ്കല്പം നമ്മളോട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ ധൈര്യശാലിയാണ്. ഈവൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ നിങ്ങൾ കുരുങ്ങിപ്പോയി, വല്ലാതെ ഭയം, ഒരു പക്ഷേ ഇരുട്ടിൻ്റെ ഭയമാകാം, അല്ലെങ്കിൽ മറ്റു ജീവികൾ എന്നുള്ളതായിട്ടുള്ള ഭയമാവാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഭയമാവാം, വ്യക്തികളുടെ ഭയമാവാം, ഇൻ്റർവ്യൂവിൻ്റെ ഭയമാവാം, പരീക്ഷയുടെ ഭയമാവാം. ഭയം ഏത് വിധത്തിലാണെങ്കിലും അതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്റ്റ്, ഇത് ഫിയർ എന്നതായിരിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ആ ഭയത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പവർഫുൾ അഫർമേഷനാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ നിർഭയനാണ് എന്നതായിരിക്കുന്ന സങ്കല്പം. നിങ്ങൾക്ക് ആ സമയത്ത് ഒന്ന് പേടിച്ചു പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് ആ തോട്ട് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കൂ. ഒട്ടും വിഷമം വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വിസ്പറിങ് ചെയ്യുന്ന, മന്ത്രിക്കുന്ന ശബ്ദത്തിൽ, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ, ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ, ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ, ഞാൻ ധൈര്യശാലിയാണ്, ഇങ്ങനെ പറയാൻ പറ്റിയാൽ പോലും എൻ്റെ അടുത്തൊരു 100 കൂട്ടം അനുഭവങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. ഈ രീതിയിൽ പുറത്ത് പറയാൻ മറ്റൊരു കേക്കലെ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. അകത്ത് ആ തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മറ്റ് പല കാര്യങ്ങളാണ് ആ ഭയം വീണ്ടും വീണ്ടും തന്നെ വന്ന് കീഴ്പ്പെടുത്തുകയാണ്. ഇത്തരം ഒരു സന്ദർഭം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും.